ഈ പപ്പ രാമാടി എന്താ വേണ്ടേ? ഐസ്ഡ് അമേരിക്കാനോ? അതെന്താ? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോഫി. കട്ടൻ കാപ്പി അതങ്ങ് ചോദിച്ചാ പോരെ? ബുൾഷിറ്റ്. ഒന്നും വേണ്ട. പിന്നെ ഇങ്ങോട്ട് വന്നേ. ഞാൻ പുല്ലുമേ തറവാട്ടിലെ ദേവകിയമ്മയുടെ മകനാണ്. ഓ, നാരായണേട്ടന്റെ മോൻ. എന്റെ കൈ കൊണ്ട് ചായ കുടിക്കാത്ത ദിവസം നാരായണേട്ടൻ ഉണ്ടായിരുന്നില്ല. പണ്ട് കുഞ്ഞിന്റെ ഷട്ടിൽ എന്തുമാത്രം മുള്ളിയിട്ടുള്ളതാ. എപ്പെടുത്താലും മുള്ളും കള്ളൻ. അഖിലേട്ടാ, യു ഡിസ്കസ്റ്റിംഗ്. ഇയാൾ ചുമ്മാ പറയുന്നത്. ഞങ്ങൾ ഇയാളുടെ ബന്ധം പുതുക്കാൻ വന്നേന്നുമല്ല. പിന്നെ ഈ തിരുവോണത്തിന് അമ്മയുടെ 60-ാം പിറന്നാളാ. അന്നൊന്ന് സദ്യ ഉണ്ടാക്കണം. അതിന് പപ്പ രാമാടി തന്നെ വേണം അമ്മയ്ക്ക് ഒരേ വാശി. 60-ാം പിറന്നാളായാലും ഓണായാലും ക്ഷണിച്ചവർക്കൊക്കെ നല്ല തനതായ രുചിയിലുള്ള ഭക്ഷണം തന്നെ കൊടുക്കണം. അത് വേണം. അതുകൊണ്ട് പപ്പന്റെ അമ്മാടിയെ തന്നെ ഏൽപ്പിച്ചാൽ മതി. ഏതാ ആ ഔട്ട്ഡേറ്റഡ് കളവനെ? അച്ഛന്റെ കൂട്ടുകാരനും കൂടിയാ. ഒരുപാട് കടപ്പാടുള്ളതാ, അതൊന്നും മറക്കരുത്. അല്ലെങ്കിൽ ഈ സദ്യയില് ഈ പപ്പം കഴിഞ്ഞിട്ടേ വേറൊരു കൈപ്പുണ്യേ ഉള്ളൂ. ആ കൈപ്പുണ്യത്തിലെ ഞങ്ങൾക്ക് താല്പര്യമില്ല. താ വന്നിട്ട് ഈ പാചകമൊക്കെ നിർത്തിയെന്നൊക്കെ പറഞ്ഞാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അയ്യോ, ദേവിയത്തിന് മുന്നിൽ വന്ന് എങ്ങനെയാ കുഞ്ഞെ കള്ളം പറയുന്നേ? എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ വരായിരുന്നാ പോരെ? താൻ വന്നൊന്ന് പറഞ്ഞിട്ട് പൊക്കോ. ഈ കാശ് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ചെയ്താൽ ഓക്കെ. പപ്പന്റെ അമ്മാടി പാചകം നിർത്തേ. പ്രായമായില്ലേ, വയ്യ. പഴയ കൈപ്പുണ്യൊന്നും കാണൂലായിരിക്കും. അതൊരു റെസ്റ്റോറന്റ് കൂടെയല്ല, വേറൊരു ഊണ് കട. അല്ല, ഈ ഊണിന് വേണ്ടി മാത്രം തന്നെ കട? മീനാക്ഷി, പപ്പന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എന്തായാലും ഒന്നുകൂടെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഞാനങ്ങോട്ട്. അങ്ങനെ പോവല്ലേ, ഏതായാലും വന്നതല്ലേ. ഇന്ന് പപ്പന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഒരു സദ്യ ഉണ്ണാൻ കൊതി. എന്താ, ഒരു സദ്യ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? പക്ഷേ ഇവിടെ ഗ്യാസ് തരുന്നല്ലോ. ഗ്യാസ് ഇല്ലാതെ എന്ത് സദ്യ? പപ്പ രാമാടി പൊക്കോളൂ. ഗ്യാസ് ഇല്ലാണ്ടും സദ്യ ഉണ്ടാക്കാം. എയർ ഫ്രയർ, ഓവന്, റെഫ്രിജറേറ്റർ, മിക്സർ ഗ്രൈൻഡർ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അയ്യോ ദേവേച്ചി, എനിക്കൊന്നും വശമില്ല. അതിനല്ലേ ഈ ഇരിക്കണേ. എയർ ഫ്രയർ എന്നല്ല, മറ്റെന്തിന്റെ വർക്കിംഗ് ആണെങ്കിലും പപ്പനത് മലയാളത്തിൽ കിട്ടും. പപ്പന് ഇങ്ങനെ അടുക്കളോട്ട് വരിക. ഓപ്ഷനിലേ ഇപ്പൊ ന്യൂജൻ ഓൺ ഓഫർ നടക്കല്ലേ. ഇതെല്ലാം അവിടെ നിന്നാ മേടിച്ചേ. എയർ ഫ്രയർ, ഓവൻ, മിക്സർ ഗ്രൈൻഡർ, ഫ്രിഡ്ജ്, സകലത് മെയ്യായി പവേടാ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്, കുറവുകൾ ക്ഷമിക്കണം. നല്ല ഗ്യാസ് പോലും ഇല്ലാത്ത ഇത്രയും കറികള്, അത് ഇത്രയും ടേസ്റ്റില്. കൈപ്പുണ്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഞാനൊരു ഔട്ട്ഡേറ്റഡ് പാചകക്കാരനാണെന്നാ കരുതിയേ. അല്പം സ്വല്പം അപ്ഡേറ്റ് ആയിട്ട് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നേരെ ഓപ്ഷനിൽ പോയി പപ്പൻ ഒരു ന്യൂജൻ പപ്പനാവണം. മോനെ തോർത്ത്. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. താൻ കൊള്ളാം മോനെ, ഇത് വെച്ചോ. നാരായണനോട് ഒരുപാട് കടപ്പാടുള്ളതാ. ചേട്ടൻ ഇത് വെച്ചേ. സോറി, ഇതൊരു അഡ്വാൻസ് ആയിട്ട് കണ്ടോ മതി. ഓർഡർ പപ്പന് തന്നെയാണ്.